അധ്യായ നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം. അതിലൊരു സംഭവം പറയാണ് കേട്ടോ. അള്ളാഹ് രണ്ടാള്, ഒരു ആണും പെണ്ണും, ഒരു വിവാഹിതരായി കല്യാണം കഴിച്ചു. കുറെ നാളുകൾ പിന്നിട്ടു, കുട്ടികളുണ്ടായില്ല. അള്ളാഹ് ഖുർആനിൽ പറയുന്നാട്ടോ, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ചോളി നമ്മൾ ഏത് സ്വീകരിക്കണം ഏത് സ്വീകരിക്കണ്ട. അള്ളാഹ് പറയാൻ, ഒരു കല്യാണം കഴിച്ചു, സ്ത്രീകൾ പ്രത്യേകം നോട്ട് ചെയ്തോളി, സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിച്ചോളി. അവർക്ക് കുട്ടികളില്ല. അവരല്ലാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു, നാഥ എന്റെ ഭാര്യ ഗർഭിണിയാകണേ, ഞങ്ങൾ ഒരു കുഞ്ഞിനെ തരണേ എന്നവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായപ്പോ അവർ വീണ്ടും പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? നാഥ സ്വാലിയായ കുട്ടിനെ തരണേ, നല്ലൊരു കുട്ടിനെ തരണേ എന്നവർ ദ്വേരം. അങ്ങനെ അല്ലാഹു അവർക്ക് നല്ലൊരു കുഞ്ഞിനെ കൊടുത്തു. ഇനി അല്ലാഹ് പറയുന്നത് ശ്രദ്ധിച്ചോളി. കുട്ടിനെ അങ്ങോട്ട് കിട്ടിയപ്പോ ആ സ്ത്രീയും പുരുഷനും പറയാ, ഇന്ന ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ടാണ് നമുക്ക് കുട്ടിനെ കിട്ടിയത്. അല്ലാഹ് പറഞ്ഞതാ. എന്നിട്ട് അല്ലാഹ് അതിനെപ്പറ്റി പ്രയോഗിച്ചെന്തറിയോ? അവരതാ ശിർക്ക് ചെയ്യുന്നു. ഇത് KNMന്റെ പ്രസിഡന്റ് പറഞ്ഞല്ല, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ല, സക്കരിയ സലാഹി പറഞ്ഞല്ല, ഹുസൈൻ സലഫി പറഞ്ഞതല്ല. മൊയ്തീൻ ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ടാണ് കുട്ടിനെ കിട്ടിയെന്ന് പറഞ്ഞാ അവൻ മുശ്രിക്കാണ് എന്ന് ആരാ പറഞ്ഞേ? അല്ലാഹു, മലിക്കുൽ ജബ്ബാറായ റബ്ബ്, ആകാശഭൂമികളുടെ തമ്പുരാൻ. ഇത് ഇന്ന ഷെയ്ഖിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കുട്ടിനെ കിട്ടിയത്. നിങ്ങളെ മോനെ പേരിട്ടില്ലേ? ഇല്ല, മോനെ നേർച്ച നേർന്ന ഇന്ന ദർഗയെ കൊണ്ടുപോയിട്ട് പേരിട്ടോളാം. ഇപ്പൊ എത്ര വയസ്സായി? 5 വയസ്സായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സമൂഹത്തിന്റെ വെറുപ്പ് കണ്ടങ്ങള് നബി പറഞ്ഞെന്ത്? ഒന്നെങ്കിൽ ജനിച്ച അന്ന് എന്നെ പേര് വിളിക്കണം, അല്ലെങ്കിൽ 7ന്റെ അന്ന്. നബീനെ ധിക്കരിച്ച് 5 കൊല്ലായിട്ടും പേരിട്ടില്ല. എന്നിട്ട് ഇവര് പറയുന്നുണ്ട് ഞങ്ങള് നബീന്റെ ആളാ. കണ്ടോ, ഞങ്ങൾ തൊണ്ട തൊടാതെ ചോര വന്നിട്ട് സലാത്തിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. പറഞ്ഞില്ലേ അല്ലാഹ്, ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല, ജാടയാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടൊരു പള്ളിയിൽ രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 27 രാവിന്റെ ആ ദിവസത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സലാത്ത് വാർഷികം കഴിഞ്ഞ ആളുകൾ മടങ്ങാൻ അങ്ങനെ ഏന്തി നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നെ കണ്ടു. പറഞ്ഞാതാ നമ്മളൊന്ന് ആള് പ്രസംഗിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഭയങ്കര സലാത്ത്. ആ പള്ളിന്റെ ചുറ്റട്ടത്ത് വന്നിട്ട് ഭയങ്കര സലാത്ത്. എന്നെ ചൊടിപ്പിക്കാൻ ആ സലാത്തിന് വല്ല പുണ്യം കിട്ടുമോ? എന്നെ തോൽപ്പിക്കാൻ സലാത്തില്ലേ, അള്ള പുണ്യം കൊടുക്കുവോ? സുന്നിയാന്ന് വിചാരിച്ചിട്ട് അല്ലേ? ഇതാണ് മനുഷ്യ സമൂഹം, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്താണ് നരകത്ത് പോകാനുള്ള കാരണം? എന്താ? അള്ളാഹുവിനെ സ്നേഹിച്ച പോലെ ഒരു പടപ്പിനെ സ്നേഹിച്ചതാ. പാടില്ല. ഇനി നിങ്ങൾ കേട്ടോളിട്ടോ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു സംഭവം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടൊരു സംഭവം പറഞ്ഞു. അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നബി പറഞ്ഞു, നരകത്തിലാണ്. റസൂൽ പറയാൻ ആള് നരകത്തിലാണ്. എന്നിട്ട് റസൂൽ അയാളുടെ സവിശേഷതയും കൂടി പറഞ്ഞു. അയാളുടെ കൊടല് പുറത്തേക്ക് ഇങ്ങനെ ചാടി. ആനയൊക്കെ കുത്തിയിട്ട് കൊടല് പുറത്ത് കിടന്നില്ലേ, അതുപോലെ കൊടലിങ്ങനെ പൊക്കിൾ കൊടിയുടെ അടുത്തുനിന്ന് തായോട്ട് ഇങ്ങനെ ചാടിയിട്ട് അയാൾ കബറിൽ ഇങ്ങനെ നരകത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റസൂൽ പറഞ്ഞു, സഹാബികൾ ചോദിച്ചു, നബിയെ എന്ത് കാരണം കൊണ്ടാണ് അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്? ഇനി ആ കാരണം കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവുക. നമ്മുടെ വല്യാപ്പ മരിച്ചു, ആ കാരണം ഉണ്ടായിരുന്ന വല്യാപ്പാന്റെ സ്ഥിതി നരകത്തിൽ ഇതാ. നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ തൊട്ടടുത്ത പള്ളിയിൽ പോലും നടക്കുന്ന ആചാരങ്ങളുടെ ആ സവിശേഷ അതുകൊണ്ടാണ് നരകത്ത് പോയത്. റസൂല് പറയാണ്, മുഹമ്മദ് നബി എന്റെ വകയല്ല, സഹീഹായ ഹദീസ്. നിങ്ങൾക്ക് സംശയമുണ്ട്, ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരും. ഹദീസ് ഗ്രന്ഥം എടുത്തിട്ട് ഏത് ഹദീസ് ഗ്രന്ഥത്തിൽ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്താ റസൂൽ പറഞ്ഞെന്നറിയോ? അവൻ നരകത്ത് പോകാനുള്ള കാരണം, അംർ ബിൻ ലുഹൈ നരകത്ത് പോകാനുള്ള കാരണം, അല്ലാത്ത ഒരു മഹാന്റെ പേരിൽ ആദ്യമായി ഒരു ഉരുവിനെ നേർച്ച നേർന്നവൻ അവനാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിങ്ങളെ ആലോചിക്കണം, മുസ്ലിങ്ങളെ ഈ പ്രസംഗം കേൾക്കുന്നവരെ ചിന്തിക്കണം. നാളെ വീടുകളിൽ, പട്ടണങ്ങളിൽ, കവലകളിൽ ഈ പ്രസംഗം കൃത്യമായി നിങ്ങളുടെ കൈകളിൽ എത്തിയാൽ നിങ്ങൾ ആലോചിക്കണം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ഒരു ഉരുവിനെ നേർച്ച നേർന്നതിന്റെ പേരിൽ കൊടല് പുറത്തു ചാടി നരകത്തിൽ വട്ടം കറങ്ങാനാണോ ഈ ഉമ്മത്തിനെ വിട്ടുകൊടുക്കേണ്ടത്? അതല്ലവരെ സ്നേഹിച്ചുകൊണ്ട്, സഹോദരാ, മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ നീ ആടിനെ നേർച്ച നേർന്നാൽ നിന്റെ കുടൽമാല പുറത്തു വന്ന് നരകത്തിൽ നീ ചുറ്റിപ്പോകും. ഇത് നിന്നോടുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്ന സേവനം ചെറുതാണോ വലുതാണോ?